ഹലോ ഹായ് ഫ്രണ്ട്സ്, ഡി ടച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് VGA മാത്രമുള്ള പഴയ ഒരു LCD മോണിറ്ററിലേക്ക് നമ്മുടെ സൺമാക്സ് 4K ബോക്സ് എങ്ങനെയാണ് കണക്ട് ചെയ്ത് നോക്കാം. ഇതുപോലെ വീഡിയോകൾക്കും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കാണാം, ഇതിൽ പവറിൻ്റെ പ്ലഗും അതുപോലെ VGAൻ്റെ ഒരു പോർട്ട് മാത്രമേ ഈ ഒരു മോണിറ്ററിലുള്ളൂ. ഇതൊരു പഴയ LCD മോണിറ്ററാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സൺമാക്സിൻ്റെ 4K ആൻഡ്രോയിഡ് സെറ്റ് ബോക്സ് നമ്മുടെ ഇതുപോലെയുള്ള പഴയ മോണിറ്ററിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. നമ്മളിതുപോലുള്ള പഴയ മോണിറ്ററെല്ലാം ഒഴിവാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഇതുപോലെ സെറ്റ് ബോക്സിൽ കണക്റ്റ് ആക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറെല്ലാം കംപ്ലൈൻ്റ് ആയിട്ടെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് ഞാൻ എൻ്റെ TV-യിൽ ആദ്യം നിങ്ങൾക്ക് ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റി ഒന്ന് കാണിച്ചു തരാം. നമുക്കിതിൽ പിക്ചർ ക്വാളിറ്റി സെറ്റിങ്സിൽ മാറ്റം വരുത്താതെ നേരിട്ട് ആദ്യം ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ പിക്ചർ ക്വാളിറ്റിയിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ കണക്റ്റ് ആവൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, എൻ്റെ TV-യിൽ പിക്ചർ ക്വാളിറ്റി ഇപ്പോൾ 1080p ആണ് വരുന്നത്. 1080p മുതൽ 480 വരെ വരുന്നുണ്ട്. ഇതിൽ ചില ഫോർമാറ്റ് മാത്രം സെറ്റാക്കി വെച്ചാൽ മാത്രമേ നമ്മുടെ മോണിറ്ററിലേക്ക് കണക്റ്റ് ആവൂ, അല്ലെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ച് എന്നായിരിക്കും കാണിക്കുക. അപ്പോൾ ഞാനൊന്ന് ബാക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മോണിറ്ററിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. TV ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ മോണിറ്ററിൻ്റെ മോഡൽ നോക്കുക. ഇത് 2008-ലുള്ള ഒരു LCD മോണിറ്ററാണ്. HP-ൻ്റെ മോണിറ്ററാണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കാണാം. ഞാനിത് മാക്സിമം സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. LCD ആണ്, 2008-ത്തെ മോഡലാണ്, HP-ൻ്റെ മോഡലാണ്. അപ്പോൾ ഇത് നമുക്ക് മോണിറ്ററിൽ നിന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇത് VGA മാത്രമാണ് വരുന്നത്. ഞാനൊരു VGA HDMI കൺവെർട്ടർ വാങ്ങിയിട്ടുണ്ട്. ഓൺലൈനിൽ നമുക്കിപ്പോൾ ലഭ്യമാണ്, വളരെ കുറഞ്ഞ പൈസയ്ക്ക് ലഭിക്കും. ഞാൻ വാങ്ങിച്ചതൊരു 170 രൂപയോളം വില വരുന്നൊരു VGA HDMI കൺവെർട്ടറാണ്. അപ്പോൾ പഴയ മോണിറ്ററിലേക്കൊക്കെ നമുക്ക് ഇതുപോലെ VGA HDMIൻ്റെ കൺവെർട്ടർ ഉപയോഗിക്കാനാകും. അപ്പോൾ ഞാനിവിടെ നമ്മുടെ HP-ൻ്റെ മോണിറ്റർ ഓൺ ആക്കുന്നുണ്ട്. അപ്പോൾ ഓൺ ആക്കിയതിന് ശേഷം നമ്മുടെ സൺമാക്സിൻ്റെ 4K ബോക്സിലേക്ക് നമ്മുടെ HDMI VGA കൺവെർട്ടർ കണക്ട് ചെയ്യാണ്. നിങ്ങൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് കാണാം. HDMIൻ്റെ ആ ഒരു പിന്ന് നമ്മുടെ സൺമാക്സിൻ്റെ 4K ബോക്സിലേക്ക് കണക്ട് ചെയ്തു. ഇവിടെ VGAൻ്റെ ഭാഗം വരുന്നത് നമ്മുടെ മോണിറ്ററിന് വരുന്ന VGAൻ്റെ കേബിളും കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കാണാം. അപ്പോൾ ഇത്തരത്തിൽ നല്ല കറക്റ്റായിട്ട് സ്ക്രൂ എല്ലാം ടൈറ്റ് ആക്കിയിട്ട് കണക്ട് ചെയ്യുക. ലൂസ് ഇല്ലാതെ വേണം കണക്ട് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോണിറ്ററിൽ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. ഞാനിവിടെ സെറ്റ് ബോക്സ് ഓണാക്കി വെച്ചിട്ടുണ്ട്. TV മാത്രമായിരുന്നു ഓഫ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കാണാം, ഔട്ട് ഓഫ് റേഞ്ച് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ 1080p നമ്മുടെ സൺമാക്സിൻ്റെ 4K ബോക്സിൽ സെറ്റാക്കി വെച്ചാൽ നമ്മുടെ പഴയ മോണിറ്ററിലേക്ക് കണക്റ്റ് ആവുന്നില്ല. ഈ മോണിറ്റർ 2008-ത്തെ മോഡലാണ്. അപ്പോൾ പഴയ മോണിറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു HDMI VGA കൺവെർട്ടർ വാങ്ങിയിട്ട് നമ്മുടെ മോണിറ്ററെല്ലാം TV ആയിട്ട് ഉപയോഗിക്കാം. ഞാൻ വീണ്ടും നമ്മുടെ TV ഓൺ ആക്കിയിട്ടുണ്ട്. മെനു പ്രസ് ചെയ്യുക, വലതു ഭാഗത്ത് കൊണ്ടുവരിക. ലാസ്റ്റ് കാണാം ആൻഡ്രോയിഡ് സെറ്റിങ്സ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കൊണ്ടുവന്നാൽ ഡിവൈസ് പ്രിഫറൻസ് എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും താഴെ കൊണ്ടുവന്നാൽ ഡിസ്പ്ലേ ആൻഡ് സൗണ്ട് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും താഴേക്ക് വന്നിട്ട് സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് കാണും, അതിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പിക്ചർ ക്വാളിറ്റി സെറ്റിങ്സ് വരും. അപ്പോൾ നമുക്കിവിടെ 1080p ഉള്ളത് 480 ആക്കി നോക്കാം. ഏറ്റവും കുറവുള്ളത് 480 ഡിസ്പ്ലേ മോഡിൽ നമ്മൾ 480 സെലക്ട് ചെയ്തിട്ടുള്ളത്.
അതിൻ്റെ താഴെ നമുക്ക് കളർ സ്പേസ് എന്നൊരു സെറ്റിങ്സ് ഉണ്ട്. അതിൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഏറ്റവും താഴെ RGB ആണ് സെലക്ട് ചെയ്യുന്നത്. ഈ രണ്ടും നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ബാക്ക് ചെയ്യുക. നിങ്ങൾ കാണാം. അപ്പോൾ 480 RGB സെലക്ട് ചെയ്ത് നമ്മൾ ബാക്ക് ചെയ്തിട്ടുണ്ട്. TV ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മോണിറ്ററിലേക്ക് നമ്മൾ VGA HDMI കൺവെർട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മോണിറ്ററിൽ നോക്കാം നമ്മുടെ സൺമാക്സ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സൺമാക്സ് നമ്മുടെ പഴയ മോഡലിലേക്ക് HP-ൻ്റെ പഴയ 2008 മോഡലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് കാണാം. ഇനി നമുക്കിത് കൂടുതൽ പിക്ചർ ക്വാളിറ്റി സെലക്ട് ചെയ്യാനാവുമെന്ന് നോക്കാം. നമുക്ക് പിക്ചർ ക്വാളിറ്റിൻ്റെ സെറ്റിങ്സ് പോയിട്ട് 19 ഏതായാലും സെലക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നില്ല. അതിൻ്റെ മുകളിൽ 720 ഉണ്ട്, 576 ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്കിവിടെ കാണാം നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ സൺമാക്സ് പഴയ HP-ൻ്റെ മോണിറ്ററിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ആദ്യം മെനു പ്രസ് ചെയ്യുക. വലതുഭാഗത്തുള്ള ആൻഡ്രോയിഡ് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് കൊണ്ടുവന്നാൽ ഡിവൈസ് പ്രിഫറൻസ് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും താഴേക്ക് കൊണ്ടുവന്നാൽ താഴെ ഡിസ്പ്ലേ ആൻഡ് സൗണ്ട് എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും താഴേക്ക് കൊണ്ടുവന്നാൽ അവിടെ നമുക്ക് സ്ക്രീൻ റെസൊല്യൂഷൻ കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ പിക്ചർ ക്വാളിറ്റി 480p ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ 720 1080p ഇങ്ങനെ 3 ഫോർമാറ്റാണ് ഇവിടെ കാണിക്കുന്നത്. അതിൽ ഞാൻ ആദ്യം 1080p ജസ്റ്റ് ഇവിടെ നിന്ന് മാറ്റി നോക്കുന്നുണ്ട്. നമുക്കറിയാം റിമോട്ട് 2 തവണ താഴേക്ക് പ്രസ് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്താൽ 480p ആവുന്നുള്ളത്. ഞാനിവിടെ 1080p സെലക്ട് ചെയ്തപ്പോൾ ബ്ലാങ്ക് സ്ക്രീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കാണാം, ഔട്ട് ഓഫ് റേഞ്ച് എന്നായിട്ടുണ്ട്. 1080p എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് 720 ഇതിൽ കാണിക്കുന്നുണ്ട്. അതിലൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഞാനിവിടെ 720 സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 720 എടുക്കുന്നുണ്ട്. അപ്പോൾ 720ഉം അതുപോലെ 480 മോണിറ്ററിലേക്ക് കണക്റ്റ് ആവുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സൺമാക്സിലെ ആൻഡ്രോയിഡ് 4K സെറ്റപ്പ് ബോക്സിൽ നിങ്ങളൊരു മോണിറ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ 480 ആദ്യം സെലക്ട് ചെയ്യുക. അതിന് ശേഷം 720 സെലക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ വീഡിയോകൾക്കും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്ക് വീഡിയോ താഴെ പ്രൊഫൈൽ ചിത്രം ക്ലിക്ക് ചെയ്യുക. മുകളിൽ വീഡിയോസ് പോയാൽ നേരത്തെ ഇതിലെ വീഡിയോകളെല്ലാം കാണാവുന്നതാണ്. സൺമാക്സിൻ്റെ ഒരുപാട് വീഡിയോകൾ കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്തിട്ടുണ്ട്.